പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും പ്രഭാത വന്ദനം. ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ ആരംഭാധ്യായങ്ങളിൽ ഇസ്രായേൽ ജനത്തിൻ്റെ വംശാവലിയെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. 10-ാം അധ്യായത്തിൽ ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവായ ശൗൽ മരിക്കേണ്ടി വന്നു. അതിൻ്റെ കാരണം രേഖപ്പെടുത്തുന്നു. ദൈവത്തോട് അതിക്രമം ചെയ്തതിനാലും ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കായാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും ശൗൽ മരിക്കേണ്ടി വന്നു എന്നാകുന്നു അധ്യായത്തിൽ പറയുന്നത്. 11-ാം അധ്യായം 9-ാം വാക്യത്തിൽ സൈന്യങ്ങളുടെ യഹോവ തന്നോടുകൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്കമേൽ പ്രബലനായി തീർന്നു എന്ന് നാം വായിക്കുന്നു. ആട്ടിടയനായ ദാവീദ് തൻ്റെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടത്തക്കവണ്ണം യോഗ്യതയില്ല, ഒന്നുമില്ല എന്ന് മാതാപിതാക്കന്മാർ പോലും കരുതിയിരുന്ന ദാവീദ് പ്രബലനായി മാറി. ഇസ്രായേലിന് 2ാമത്തെ രാജാവായി. ദാവീദിൻ്റെ ഭരണകാലമാണ് ഇസ്രായേലിയ രാജഭരണ കാലഘട്ടത്തിലെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത്. ദാവീദ് അവിധം പ്രബലനായി തീർന്നത് ജനിച്ച കുടുംബത്തിൻ്റെ മഹത്വം കൊണ്ടോ തൻ്റെ വംശാവലി കൊണ്ടോ ആയിരുന്നില്ല. താൻ ആർജിച്ചെടുത്ത നേതൃത്വപാഠവോ യുദ്ധപാഠവമോ ആയിരുന്നില്ല ദാവീദ് പ്രബലനാകാൻ കാരണം. ദൈവം തന്നോട് കൂടെ ഉണ്ടായിരുന്നതാണ്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ പരിണിത ഫലം അത്ഭുതകരമാണ്. കൂരിരുൾ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഉണ്ടായിരിക്കുന്നുവല്ലോ. ദാവീദ് സങ്കീർത്തനത്തിൽ പാടുന്നുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം തരുന്ന ധൈര്യം ഏത് ക്രൈസിസിനെയും അതിജീവിക്കുവാൻ, ഏത് ശത്രുവിന് നേരെ പാഞ്ഞു ചെല്ലുവാനും ദാവീദിന് ധൈര്യം നൽകിയിരുന്നു. ദൈവം തൻ്റെ വെളിച്ചമായിരുന്നു. അതുകൊണ്ട് ഇരുളിൻ്റെ ഭീകരതകളെ ദാവീദിന് ഭയപ്പെടേണ്ടി വന്നില്ല. ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുന്ന ഒന്നും തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാതെ വണ്ണം തൻ്റെ ജീവിതത്തെ താൻ സൂക്ഷിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ദൈവ സാന്നിധ്യത്തിന് വേണ്ടി തന്നെ സമർപ്പിക്കുവാൻ, ദൈവത്തോട് കൂടെ നടക്കുവാൻ ദാവീദ് സദാ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. പ്രിയമുള്ളവരെ, ജീവിതം വിജയിക്കണമെന്നും അനുസൃതം വളരണമെന്നും ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാകില്ല. അത് സംഭവിക്കണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ അത് നമ്മെ വിജയത്തിലേക്കും അഭിവൃദ്ധിയിലേക്കും നയിക്കുമെന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. ദൈവ സാന്നിധ്യത്തിൽ നടക്കുക, ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുക. ലോകത്തിലെ സകല കരുത്തന്മാർ കൂടെ ഉണ്ടെങ്കിലും, ലോകത്തിലെ എല്ലാ ധനവും കൈവശമുണ്ടെങ്കിലും ജീവിതം പ്രബലമായി തീരുകയില്ല, വിജയകരമാകുകയില്ല. എന്നാൽ ഇവയൊന്നും കൈവശമില്ലെങ്കിലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ, ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ ജീവിതം വിജയപ്രദമായിരിക്കും. ആയതിനാൽ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും അതിൽ ജീവിക്കാനും ഇന്ന് പ്രഭാതത്തിൽ ആഗ്രഹിക്കുകയും അതിനായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യാം.
ദൈവം വിശ്വസ്തനാണ്. തൻ്റെ കൂടെയുള്ളവരെ ഒരു നാളും അനാഥരായി വിടാത്ത, അവരുടെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് നടത്തുന്ന, തൻ്റെ ഭക്തന്മാരുടെ ശ്രേയസ്സിൽ പ്രസാദിക്കുന്നവനാണ് ഈ ദൈവം. ദൈവ സാന്നിധ്യം മുറുകെ പിടിച്ചുകൊള്ളുക. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ സാന്നിധ്യം നൽകുന്ന ആശുപതയും വിജയവും ഇന്നേ ദിനം അനുഭവിപ്പാൻ, ആ സാന്നിധ്യത്തിൽ ജീവിപ്പാൻ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമേ. എല്ലാ മഹത്വവും അങ്ങേക്ക് വരുമാറാകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.